ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള കറി വയ്ക്കാം. അതായത് ഉരുളക്കിഴങ്ങ് പൂരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഇത് ഞാൻ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള ഇതെല്ലാം കുക്കറിലിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ച് ഉടച്ച് വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. വലിയ ഇതൊന്നും വേണ്ട. എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം കടുക് കൊടുക്കുക. കടുക് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, ഇച്ചിരി കറിവേപ്പില എടുത്ത് താളിക്കും. കറിവേപ്പില ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ സിമ്പിളാണ്. ഭയങ്കര ഇതൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടായിരിക്കാം. ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനെടുത്ത് എന്ത് ചെയ്യുക, കടുകൊക്കെ തട്ടി അടച്ച് വയ്ക്ക്. നമുക്കിതിന് എടുത്തത് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം, അല്പം വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുക. കറിയിലേക്ക് ഒത്തിരി വെള്ളമൊന്നും വേണ്ട. അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് കറി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാക്കണം. പൂരിക്ക് വേണ്ട ഉണ്ടാക്കിയത് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കറി. ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കറി എന്താ നല്ല കളറായിട്ട് കറി വേണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി മല്ലിയില, ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ പൂരിയും മല്ലിയില, കുറച്ച് ഇട്ട് കൊടുക്കാം. കറി അടിപൊളിയായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കറി നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, പെട്ടെന്നുണ്ടാകുന്നു. കുക്കറിൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ട് നമുക്ക് വേവിച്ചതിന് ശേഷം കടുക് തളിക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ടേസ്റ്റും നല്ല ഗ്രേവി ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ച് കൊടുക്കുക. നമ്മുടെ പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ചു. ഈ പൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നന്നായി ചൂടാകട്ടെ.
പിന്നെ നന്നായിട്ട് ചൂടാകണം. നമുക്ക് എളുപ്പം ഉണ്ടാക്കുന്നത്, അല്ലാതെ ഒത്തിരി സമയം എടുത്തൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങും കുക്കറിയിട്ട് ഒരു ക്യാരറ്റും കൂടി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറി പെട്ടെന്ന് റെഡിയാക്കും. നല്ല തിക്ക് ഗ്രേവിയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് പൂരിക്ക് കഴിക്കാൻ. നല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉരുളക്കിഴങ്ങ് മറ്റുള്ള വലിയ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഒത്തിരി ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കാനുള്ള. കാരണം എല്ലാം കൂടെ വേവിച്ചൊന്ന് ഉടയ്ക്കുക, കടുക് വറുക്കുക, പിന്നെ എല്ലാം കൂടെ ഒഴിച്ച് അതിനൊന്ന് ചൂടാക്കി തിളപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ സൂപ്പർ കറിയായി. പെട്ടെന്നാവും. ഒരു 5 മിനിറ്റ് നമ്മൾ കറിയാവും. കുക്കറിൽ അത് വെന്ത് വരുന്ന സമയമുള്ള 3 വിസിൽ വയ്ക്കുന്നവരെ വയ്ക്കുക. 3 വിസിൽ വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഉടഞ്ഞ് ജസ്റ്റ് നമ്മളൊന്ന് ഇടിച്ചു കൊടുത്താൽ മതി. അത് പെട്ടെന്നാവും. അതുപോലെ തന്നെ പൂരിക്ക് ഞാൻ പെട്ടെന്ന് ഒരു പരത്തി വെച്ചതാണ്. അതിന് വലിയ ഇതിട്ടൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് പരത്തി വയ്ക്കാം. പൂരിക്ക് പരത്തി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നമുക്കൊന്നും പറഞ്ഞ് വലുതായിട്ടൊന്നും പറയാനില്ല. പൂരി സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചു പൂരിക്ക് ഒഴിച്ച് വെച്ചു. നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് പൂരിയിടാം. എന്നിട്ട് ഇതുപോലൊരു കണ്ണാപ്പ വെച്ചിട്ട് നമ്മളിതിനെ പുഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പൊള്ളി വരും. ആദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ തനിയെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതിൽ വേറൊന്നും ചെയ്യാതെ അപ്പം തന്നെ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ. അല്ലാതെ എനിക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഒന്നും അറിയത്തില്ല. ഇവിടെ നിൽക്കുന്ന ഹോസ്റ്റലിൽ കുഞ്ഞുങ്ങളുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്ന എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആൻറ്റി പാചകമൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അത് മാത്രം എടുത്തിട്ടാൽ മതി എന്ന്. അങ്ങനെ തന്നെ ഇരുന്നത്. പിന്നെ കുറച്ച് സീനറീസ്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എപ്പോഴും ഇഷ്ടം പോലെ ഫുഡ് കൊടുക്കും. കാരണം അവരെത്ര കഴിക്കുന്നോ അത്രയും ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ കോഴിക്കൊന്നും കൊടുക്കത്തില്ല. അവർ ആവശ്യത്തിനുള്ള ഫുഡ് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ചിക്കനായാലും ബീഫായാലും മട്ടനായാലും എല്ലാം ഞങ്ങളിത് ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കും. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കോരി കഴിക്കാം. ഫുഡും അക്കോമഡേഷനൊക്കെ ചേർത്ത് ഞങ്ങൾ 6000 വാങ്ങിക്കുന്നത്. ഞങ്ങൾക്ക് ബോയ്സ് ഹോസ്റ്റലുമുണ്ട്, ഗേൾസിൻ്റെ ഹോസ്റ്റലുമുണ്ട്. രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി വയ്ക്കും. എപ്പോഴും എപ്പോൾ വേണോ അവർക്ക് ഫുഡ് കഴിക്കാം. ഇതിപ്പോൾ ജോലിക്ക് പോകുന്ന കുട്ടികളാണ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവർക്ക് വൈകുന്നേരത്ത് ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഇപ്പോൾ കൊടുത്തു വിടാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ഉണ്ടോ പുള്ളി വരുന്നുണ്ട് നമ്മുടെ പൂരി. ഉണ്ടോ ഇതിന് വേറെ ഒന്നും ഞാൻ ചേർത്തില്ല. ഗോതമ്പ് മാവ് മാത്രം, ഗോതമ്പ് മാവ് ഉപ്പും ഇട്ട് വെള്ളവും കൂടി ചേർത്ത് ഞാൻ കുഴച്ചെടുത്തു. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഫുഡ് പുറത്ത് കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസിന് ഫുഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഉച്ചയ്ക്ക് ഊണാണെങ്കിൽ 60 രൂപയാണ്. മീനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഫുഡ്. അവർ വന്നെടുത്തിട്ട് പോവുക. ജസ്റ്റ് ഇങ്ങനെ താഴെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊങ്ങി തിരിച്ച് മടച്ചിട്ടിട്ട് അതേപോലെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. വലിയ സമയമൊന്നും എടുക്കത്തില്ല. ഭയങ്കരമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മാവ് കഴിച്ചിരിക്കുക. ഒരു 10 മിനിറ്റ്, ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ കറി ഉണ്ടാക്കുന്ന സമയം മാത്രം. അത് ഇവിടെ എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ട.
ഇതൊന്നും കാണിക്കാത്തതെന്ന് കുഴയ്ക്കുന്നതൊന്നും കാണിക്കാത്തത് എനിക്കങ്ങനെ എടുക്കാൻ അറിയത്തില്ല. പിന്നെ ഞാൻ മാവ് കുഴച്ച് രണ്ടാമത് പിന്നെ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഉണ്ടാക്കുന്നത് മാത്രമായിട്ട് കാണിക്കുന്നത്. ഇതൊക്കെ വേവിച്ച് വെച്ചിട്ട് ഞാൻ ഇത് കറിയെല്ലാം കാണിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ പഠിക്കും. അപ്പം ഞാൻ ബാക്കിയെല്ലാം ഉണ്ടാക്കും. സിമ്പിളായിട്ടുള്ള ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് കറികളെല്ലാം വയ്ക്കും. നമുക്ക് പെട്ടെന്നുണ്ടാക്കി നല്ല ടേസ്റ്റിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയേക്കാം. വലിയ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും കറി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഇതിന് ഇടിച്ച് പതച്ച് പൊയ്ക്കുക ഒന്നും വേണ്ട. വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട. റവയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ജസ്റ്റ് മാവൊന്ന് കുഴച്ച് ഉപ്പിട്ട് കുഴച്ച് പച്ച വെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അല്ല നമുക്കൊന്നും പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. നമ്മളുണ്ടാക്കിയാൽ ശരിയാകത്തില്ല എന്നൊക്കെ നമ്മൾ കരുതും. ഒരിക്കലുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി. വലിയ ഇതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും പൂരിയൊക്കെ തന്നെ. ചിലർ ഉണ്ടാക്കാറില്ല പൂരി. ചോദിക്കുമ്പോൾ അത് ശരിയാകത്തില്ല. ഇല്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മാവ് കുഴച്ച് ഇടിച്ച് പതുക്കുക ഒന്നും ചെയ്യാതെ സാധാരണ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി നമ്മൾ ചൂടാക്കിയിട്ടല്ലേ കുഴയ്ക്കുന്നത്. നമുക്ക് ചൂടാക്കണ്ട. നമുക്ക് പച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചാൽ മതി. അത് നമ്മൾ കുഴച്ചെടുത്തൊന്ന് പരത്തി വച്ചിട്ട് നമുക്ക് ജസ്റ്റ് എണ്ണ നല്ല ചൂടാകുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചിലരിങ്ങനെ പ്രസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ പൂരിപ്പൊങ്ങി വരാത്തത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ കണ്ണാപ്പ പോലെ സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോൾ നല്ല പൊങ്ങി വരും. അതുപോലെ കറി നല്ല ടേസ്റ്റായിരിക്കും. അതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടു ഇത് വേവിച്ചപ്പോൾ അതിൻ്റെ കൂടി ഇട്ട് വേവിച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ നമുക്ക്. പിന്നെ ജസ്റ്റ് മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി മസാല മാത്രം. നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇല്ലായിരുന്നു. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇട്ടില്ല. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്കിടാം. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇല്ല. പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും. ഇത്രയും മാത്രം ചെയ്താൽ കറി നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ വീട്ടിലിപ്പം എല്ലാം കാണത്തില്ല. ചിലപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്കത് കറി നല്ല ടേസ്റ്റായിട്ട് വയ്ക്കാൻ പറ്റും. സിമ്പിളായിട്ടാണ് വെച്ചാൽ സിമ്പിളായിട്ട് ഞാൻ ഒരു 15 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ഞാൻ ശരിയാക്കിയതാണ്. ഇപ്പം പരത്തിയെടുത്തത് നമ്മളെ കറിയും പൂരി പൂരിയും കറി റെഡി ആയിട്ടുണ്ട്. പൂരി നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. കറി അതുപോലെ നല്ല ഗ്രേവിയാണ്. നല്ല ഗ്രേവിയുടെ കറിയും പൂരിയും റെഡി ആയിട്ടുണ്ട്.